ഐഫോൺ എടുക്കാൻ നിൽക്കുന്നവരുടെ വലിയൊരു ഡൗട്ടായിരിക്കും, ഐഫോൺ 12 Pro ആണ് എടുക്കാൻ ബെറ്റർ അതോ ഐഫോൺ 13 ആണോ എടുക്കാൻ ബെറ്റർ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ബേസിൽ നമുക്കിത് രണ്ടും നോക്കാം. ഇത് ഐഫോൺ 12 Pro ആണ്, ഇത് 13 ആണ്. 12 Proയിൽ നമുക്ക് 6GB റാമാണ് കിട്ടുന്നത്, 13-ലാണെങ്കിലോ 4GB റാമാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസിലും ആ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. 12 Pro ആകുമ്പോൾ കുറച്ചുകൂടി സ്പീഡി ആയിരിക്കും, കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. ഇനിയിപ്പോൾ പ്രൊസസ്സറിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള A15 ബയോണിക് ചിപ്പാണ് 13-ൽ വരുന്നത്. 12 Proയിൽ A14 ബയോണിക് ചിപ്പാണ് വരുന്നത്. പിന്നെ ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും 12 MP ക്യാമറ തന്നെയാണ് വരുന്നത്. പിന്നെ ക്യാമറ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ പ്രധാനപ്പെട്ടൊരു മാറ്റം നമുക്ക് മനസ്സിലാവും. 13-ൽ ഈ രണ്ട് മോഡ് മാത്രമാണ് ഉണ്ടാവുക, 0.5 പിന്നെ 1x. പിന്നെ 12 Proയിലാണെങ്കിലോ 0.5 1x + 2x കൂടി ഉണ്ടാവും. ഇനി പോർട്രേറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിലും നമുക്ക് രണ്ട് മോഡ് അവൈലബിൾ ആണ്, 1xും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ 2xും അവൈലബിൾ ആണ്. 2xൽ നമുക്ക് കുറച്ചുകൂടി സൂം ചെയ്തിട്ട് പോർട്രേറ്റ് ഫോട്ടോസ് നല്ല ഡെപ്തിൽ എടുക്കാൻ കഴിയും. ഇനിയിപ്പോൾ 13-ലാണെങ്കിലോ ഒരൊറ്റ മോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, 1x എന്ന് പറഞ്ഞ മോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് സൂം ചെയ്തിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്കതിൽ കഴിയില്ല, ആ ഒരൊറ്റ മോഡിലേ എടുക്കാൻ പറ്റൂ. പിന്നെ ഇതിൻ്റെ ക്യാമറയിലെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. 12 Pro സ്വാഭാവികമായിട്ടും ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്, അതുപോലെ 13 ഡബിൾ ക്യാമറ വരുന്നത്. ട്രിപ്പിൾ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോട്ടോസിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഒക്കെ വൈഡ് എല്ലാ ഓപ്ഷനിലും നല്ല ക്ലാരിറ്റിയിൽ, നല്ല പിക്സൽ ക്ലാരിറ്റിയിൽ എടുക്കാൻ നമുക്കിതിൽ പറ്റും. 12 Proയിൽ നമ്മളൊരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ ഒന്ന് നന്നായിട്ട് സൂം ചെയ്ത് നോക്കിയാൽ അതിൻ്റെ പിക്സൽ ക്ലാരിറ്റി വല്ലാതെ കുറയുന്നതായിട്ട് നമുക്ക് തോന്നില്ല. അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ ആ ഒരു ഇമേജ് നമുക്ക് കിട്ടും, ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടില്ല. പക്ഷേ 13-ലാണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് സൂം ചെയ്ത് കഴിഞ്ഞാലോ ആ ഒരു ക്ലാരിറ്റി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ് നല്ല രണ്ടും ഞാൻ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റിയും ഫീൽ ചെയ്തിട്ടുള്ളത് 12 Pro തന്നെയാണ്. ഫോട്ടോൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വരെ അത് നമ്മൾ 2x ഇട്ടിട്ട് സൂം ചെയ്ത് വീഡിയോ എടുക്കുമ്പോഴും അതേപോലെ സൂം ഔട്ട് ആക്കിയിട്ട് എടുക്കുമ്പോഴും വൈഡിൽ എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നത് 12 Proയിലാണ്. 13-ൽ ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സിനിമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 13 തന്നെ എന്തായാലും എടുക്കേണ്ടി വരും. 1x മാത്രമേ ഉള്ളൂവെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് സിനിമാറ്റിക് വീഡിയോസ് ഇതിലെടുക്കാം. 13-ൻ്റെ ബാറ്ററി ബാക്കപ്പ് വെച്ച് നോക്കുമ്പോൾ 3227 mAh ബാറ്ററി ബാക്കപ്പാണ് നമുക്ക് കിട്ടുന്നത്. 12 Proനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു പെർഫോമൻസാണ് 13 ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ കിട്ടുന്നത്. ഇനി 12 Proയിലാണെങ്കിലോ 2885 mAh ബാറ്ററി ബാക്കപ്പാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ ബെറ്റർ ഐഫോൺ 13 തന്നെയാണ്. പിന്നെ രണ്ടിൻ്റെയും മെറ്റീരിയൽ തന്നെ നല്ല മാറ്റം വരുന്നുണ്ട്. 13 ആകുമ്പോൾ ബാക്ക് ഗ്ലോസി ടൈപ്പാണ് വരിക, അതിൻ്റെ ബോഡി ആണെങ്കിൽ അലുമിനിയം ബോഡിയാണ് വരുന്നത്. 12 Pro ആണെങ്കിലോ അതിൻ്റെ ബാക്ക് ഒരു മാറ്റ് ഫിനിഷിങ്ങിലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ബോഡി ആണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. പിന്നെ പ്രൊസസ്സറിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 13-ൽ A15 ബയോണിക് ചിപ്പ് വരുന്നത്, 12 Proയിൽ A14 ബയോണിക് ചിപ്പാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനിയും തുടർന്ന് ഇതുപോലെ ഇൻഫർമേഷൻസും വീഡിയോസും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.